Watch India's largest kids library only on Jio Hotstar. Download the app now. വെൽക്കം സർ. ബോസ് ബോസ് ഇന്ന് വൈറസ് സാർ ആഹാരം കഴിക്കാനുള്ളതൊക്കെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഹലോ ജോൺ, ഇതാണ് നിന്റെ സ്പെഷ്യൽ ശക്തിവർദ്ധന സമോസ. ഇനി എന്റെ സമോസ കഴിച്ചാല് നീ മോട്ടൂരെ പോലെ സ്ട്രോങ് ആയി മാറും. എന്നിട്ട് ഈ സമോസ ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ കഴിക്കാവൂ, കാരണം ഇതിന്റെ ശക്തി കുറച്ചു നേരമേ നിൽക്കൂ. ഓക്കെ, മനസ്സിലായി. താങ്ക് യു വെരി മച്ച് സർ. നിക്ക് വരട്ടെ, തരൂ എന്റെ 1 കോടി രൂപ. എന്നിട്ടാകാം ഇതൊക്കെ. പക്ഷെ അതിനു മുമ്പ് ഈ സമോസ കഴിച്ച് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതില്ലേ? ഇല്ലേ? ശരി ചെക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. സൈനിക് സാറേ, ഇന്ന പിടിച്ചോ നിങ്ങളുടെ 1 കോടി രൂപ. ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. എന്റെ കാശും തന്നില്ല താൻ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇനി നമുക്ക് കാണാം ആരാ ഫൈറ്റിൽ ജയിക്കുക തോൽക്കുക എന്ന്. നമ്പർ 1 ടിഫിൻ എടുത്ത് മോട്ടുമുന്നെ 10 വീട്ടിലേക്ക് വിട്ടോ. ഇത് ജോണിന്റെ ശബ്ദമാണ്. അല്ല ജോണ്, ഇതെന്താ സംഭവിച്ചത്? ജയിലിൽ നിന്ന് ഇറങ്ങിയോ അതോ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണോ? ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ തമ്മിലൊരു യുദ്ധം നടക്കാൻ പോവുകയാണ് മോട്ടു. നമുക്ക് കാണാം ആർക്കാ കൂടുതൽ ശക്തി എന്ന്. മഹായുദ്ധമോ? അതും നിന്റെ കൂടെയോ? എടോ ജോണെ, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നീ എന്റെ അടുത്ത് തല്ലു മേടിക്കാൻ വന്നിരിക്കുകയാണോ? ഇനി അങ്ങനെയാണെങ്കിൽ മടിക്കണ്ട, വന്നോളൂ. നമ്പർ 1 വേഗം സമോസ എടുക്ക്, വേഗം എടുക്ക്. ബോസ് എടുത്തു തരാം. പക്ഷേ ഇതിന്റെ ബോക്സിന്റെ മൂടി വളരെ ടൈറ്റാ, തുറക്കുന്നേ ഇല്ല. വേഗം ആവട്ടെ, വേഗം സമോസയും എടുക്ക്. എടാ, എന്ത് ചെയ്തോണ്ടിരിക്കുക? പെട്ടെന്ന് സമോസയും എടുക്ക. മോട്ട് ഇവിടെ എത്താറായി. അവനെങ്ങനെ അടുത്ത് വന്നാൽ എന്റെ ഗതി അതോ ഗതി. പത്തിലു, എന്താന്നറിയില്ല, നമുക്കെല്ലാവർക്കും കാലത്തെ സമൂസ കഴിക്കണമെന്നല്ലേ തോന്നാറ്. പക്ഷെ ഈ ജോണ് മാത്രം തല്ലാണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. വണ്ടി നിർത്തറ. ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യേ. കഴിഞ്ഞ തവണത്തെ പോലെ സംഭവിക്കരുത്. പറഞ്ഞത് ഓപ്പൺ ചെയ്യടാ. മോട്ട്, ഈ ചെയ്താന്റെ പേര് പറഞ്ഞപ്പോഴേക്കും അവനിങ്ങനെ എത്തിയല്ലോ. ഇനി നീ അവനോട് നേരിട്ട് തന്നെ ചോദിക്കേ, അവൻ എന്തിനാ അങ്ങനെ അടി വാങ്ങുന്നേന്ന്. നീ ഞാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് മോട്ടു. എടോ ജോണെ, ബ്രേക്ക്ഫാസ്റ്റിന് തനിക്ക് വയറ് നിറച്ച് ഞാൻ തല്ല് തന്നതാണല്ലോ. വീണ്ടും നീ ലഞ്ചിന് തയ്യാറായി വന്നിരിക്കുകയാണോ? ഞാനിപ്പോ തമാശ പറയാനുള്ളൊരു മൂഡിലല്ല മോട്ടു. വേഗം വന്ന് എന്നോട് ഏറ്റുമുട്ടാൻ നോക്ക്. ശരി ജോണ്, നീ ഇത്രയും ആഗ്രഹിച്ച് കൊതിച്ച് ചോദിക്കുമ്പോ എനിക്കത് അങ്ങോട്ട് നിരസിക്കാൻ പറ്റൂലല്ലോ. വരൂ. വേഗം സമൂസ എടുക്കണേ. ഒന്ന് വേഗം ആവട്ടെ, മോട്ട് വന്നോണ്ടിരിക്കുകയാണ്. വേഗം എടുക്ക്. നമ്പർ 1, നീ എന്താ ഈ കാണിക്കുന്നത്? മോട്ട് വന്നോണ്ടിരിക്കുക, വേഗം. ബോസ് ദേ തരുന്നു. താഴെ വീണ സമോസ ബോസിന് എങ്ങനെ തരും? പടി കിട്ടി. ഭൂലോക മണ്ടന്മാരെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ടിടി കിട്ടാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? പറയടാ,
സോറി ബോസ്, ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണ്ടേ? മണ്ണിൽ വീണുപോയ സമോസ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ തരും? അടുത്ത തവണ എന്തായാലും ബോസിന് സമോസ തന്നിട്ടേ ഞങ്ങൾ അടങ്ങൂ. ചിങ്കം സാറിനോട് വരാൻ പറ. ആ ജോണിനെ പിടിച്ച് വേഗം ജയിലിൽ അടയ്ക്കണം. ചിങ്കം സാറ് നിങ്ങൾ വന്നത് നന്നായി. ആ ജോണിന് വട്ടായി എന്നാ തോന്നുന്നത്. രാവിലെ മുതൽ അവൻ 2 പ്രാവശ്യം എന്റെ അടുത്ത് വന്നതെന്ന് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂന്ന് പറഞ്ഞത്. എന്റെ അമ്മോ, ഈ ജോൺ എപ്പോഴാ കൊടുങ്ങാൻ പോണെന്ന് അറിയില്ല. മര്യാദയ്ക്ക് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാ. ചിങ്കർ സാർ, ജോണിന്റെ പേര് ഇപ്പൊ വിളിച്ചില്ല. ഇതാ ജോൺ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുണ്ട് സാറേ. ഓ മമ്മി, എന്തൊക്കെ ഇവിടെ ഈ നടക്കുന്നത്? മോട്ടു പത്ലു, നിങ്ങൾ തെറ്റായ ഇൻഫർമേഷനാണ് എനിക്ക് തന്നിരിക്കുന്നത്. മോട്ടു, ഈ ജോണിന് ഇത്രയും ശക്തി എവിടെന്നാ വന്നത്? വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, വാടാ. ഇതാ മോട്ടു, സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ്. ജോൺ! പോട്ട്. ഏയ്. പൊളിച്ചെടുത്തല്ലോ മോട്ടു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആ ജോൺ ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ പെരുമാറിക്കുന്നത് കണ്ടത്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്തായി പോയി. അറിയില്ല വലിയേട്ടാ, ജോണിനുള്ളിൽ ഇത്രയും ശക്തി എവിടുന്ന പെട്ടെന്ന് വന്നതെന്ന് അറിയില്ല. ഒരു പിടുത്തവും ഇല്ല. ഏയ്. എങ്ങനെയുണ്ട് പോട്ട്? കാണുമ്പോ തന്നെ അറിയാം നീ ഒരു പരുവത്തിലായത്. ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. നീ വേഗം ഈ ഫുർഫുറി നേരത്തിന് പൊയ്ക്കോ പോട്ടു. അതതിന്റെ ശരീരത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ നീ ദിവസവും എന്റെ അടുത്ത് ഇടി മേടിക്കാം. ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് എടുത്തോ പോട്ടു. ഓക്കേ, ബൈ ബൈ. ബോസ് ബോസ്, സമോസ മോട്ടും കഴിച്ചിരുന്നതാണല്ലോ. പക്ഷെ അവന് ശക്തിയൊന്നും വന്നിട്ടില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? അതോ, ഇന്ന് രാവിലെ ഞാൻ ആ ടീക്കടക്കാരനുണ്ടാക്കിയ സമൂസ. മോട്ടു, എന്ത് പറയുന്നു? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ ജോണിന്റെ നിന്നും തല്ലു വാങ്ങിച്ചോ? എന്റെ ചേട്ടാ, വിശ്വാസം ഞങ്ങൾക്കും വരുന്നില്ല. മോട്ടു നിങ്ങൾ ഉണ്ടാക്കിയ സമൂസ വരെ കഴിച്ചതാ. എന്നിട്ടും അവന്റെ ശരീരത്തിൽ ഒരു ശക്തിയും വന്നില്ല. ഇനി നിങ്ങളെങ്ങാനും സമൂസയുടെ മസാല വല്ലതും വാട്ടിയോ? അല്ലല്ല, എന്റെ സമൂസ പഴയതുപോലെ തന്നെയാ. അതെ, പറഞ്ഞത് ശരിയാ. ഈ സമോസക്കകത്തെ മസാല ഞാൻ ഉണ്ടാക്കിയതേ അല്ല. എനിക്ക് തോന്നുന്നു ആരോ ഇത് എടുത്തു മാറ്റിയെന്നാ. ആരുടെ അല്ല, ഇത് മുഴുവൻ ആ ജോണിന്റെ പണി തന്നെയാണ്. ചായക്കട ചേട്ടാ, നിങ്ങളെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ നല്ല മസാല ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുള്ള സമൂസ ഉണ്ടാക്കി കൊടുക്ക്. എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി നല്ല മഹായുദ്ധം ഉണ്ടാവാൻ പോവാണ്. മോട്ടോ, സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ്. ജോൺ! ജോൺ! ശരിക്കുള്ള കുരുക്ഷേത്രം ആരംഭിക്കാൻ പോവുകയാണ്. റെഡി ആയിക്കൊള്ളൂ. നമ്പർ 1, നമ്പർ 2 കേട്ടില്ലേ? മോട്ടുവിനെ യുദ്ധത്തിന് വിളിക്കുന്നു. ആശ നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നത്. നിനക്കിപ്പോ ഇടി മേടിക്കാനുള്ള സമയമായിരിക്കുകയാണ് മോട്ടു. നമ്പർ 1, നമ്മുടെ യുദ്ധത്തിന്റെ ആയുധമൊക്കെ എടുത്തോ. സമൂസ എടുത്തോണ്ട് വാടാ വേഗം. ഓ, ജോണിനും സമോസ കഴിക്കുമ്പോൾ പവർ വരുന്നുണ്ട്. ഏയ്, 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 ഏയ്,
ഈ സമൂസയുടെ ശക്തി വളരെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ എന്ന് വൈറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം കഴിച്ചാൽ മതിയെന്നാ പറഞ്ഞത്. സമൂസ എവിടാ? എല്ലാം തീർന്നോ? മതി കൊണ്ടു മതി, അവസാനിപ്പിക്ക്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഇല്ല, എന്റെ പൊന്ന് ചിങ്കം സാറ്, എന്നെ ഊരാ കുടിക്കുന്നെന്ന് ഊരി തരണേ. എനിക്ക് ജോൺ തന്നെ ആയാ മതി. ചിങ്കം സാറ്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയി പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.